പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. ഇന്ന് മെയ് 25 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. പത്രങ്ങൾ, വെബ്സൈറ്റുകൾ, അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സിന്റെ ചാനൽസ് ഇവയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയുന്തോറും അത് നമ്മുടെ കോൺഫിഡൻസ് ആണ് വർദ്ധിപ്പിക്കുന്നത്. ജേഡിസ് കറണ്ട് അഫേഴ്സും അതുപോലെ തന്നെ ഓരോ ദിവസം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ജേഡിസ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ ഒരു കറണ്ട് അഫേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ അതിൻ്റെ കണക്കനുസരിച്ച് ഗംഗയിലും അതിൻ്റെ പോഷക നദിയിലും എത്ര ഡോൾഫിൻ കണ്ടെത്തി എന്നതാണ്. 4000 ഡോൾഫിൻസ് ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സർവേ നടത്തിയിട്ടുള്ളത്. ആ സർവേ നടത്തിയിട്ടുള്ള ഏജൻസിയാണ് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. ഈ 4000 ഡോൾഫിൻസിൽ ഏതാണ്ട് 2000 ഡോൾഫിൻസ് ഉള്ളത് യു പിയിലാണ്. യു പിയിലെ ചമ്പൽ നദിയിലാണ് ഏറ്റവും കൂടുതൽ ഡോൾഫിനെ കണ്ടെത്തിയിട്ടുള്ളത്. യു പിയിൽ ഏതാണ്ട് ഇപ്പോൾ 2000-ഓളം ഡോൾഫിൻസ് ആണുള്ളത്. റിവർ ഡോൾഫിൻസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇത്രയും ഡോൾഫിൻസിന്റെ എണ്ണം കൂടാൻ കാരണം നദിയിലെ മലിനീകരണം അത് കുറഞ്ഞു വരുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കനുസരിച്ച് ഇപ്പോൾ ഏതാണ്ട് 4000-ഓളം ഡോൾഫിൻസ് ആണ് ഇന്നിപ്പോൾ ഇന്ത്യയിലുള്ളത്. അതിലേറ്റവും കൂടുതൽ യു പിയിലും ഏതാണ്ട് 2000-ഓളം, അതിലേറ്റവും കൂടുതൽ ഉള്ളത് ചമ്പൽ നദിയിലാണ്. അപ്പോൾ ജേഡിസ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇന്നത്തെ മറ്റു കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. 2024 മെയ് 16 മുതൽ മെയ് 19 വരെ പെരിയാർ ടൈഗർ റിസർവിൽ നടത്തിയ സർവേയിൽ എത്ര മത്സ്യ ഇനങ്ങളെ കണ്ടെത്തി? 56 സ്പീഷീസ്, 56 ഇനം. 2024 മെയ് 16 മുതൽ ഈ കഴിഞ്ഞ മെയ് 19 വരെ നടത്തിയിട്ടുള്ള ഒരു സർവേ. ഈ സർവേ നടത്തിയിട്ടുള്ളത് പെരിയാർ ടൈഗർ റിസർവിലാണ്. പെരിയാർ ടൈഗർ റിസർവിൽ അക്വാട്ടിക് മൾട്ടി ടാക്സർ സർവേ എന്ന പേരിൽ നടത്തിയിട്ടുള്ള ഈ സർവേയിൽ 56 മത്സ്യ ഇനങ്ങളെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഒരു സർവേ നടത്തിയിട്ടുള്ളത് പെരിയാർ, മുല്ലയാർ, പമ്പ നദീതടങ്ങളിലെ അരുവികളിലാണ്. അപ്പോൾ ഇത്രയും പ്രദേശം നടത്തിയിട്ടുള്ള ഈ ഒരു സർവേയിൽ ഏതാണ്ട് ഇപ്പോൾ കണക്കനുസരിച്ച് ഇന്ന് ഏറ്റവും കൂടുതൽ ഇത്രയും സ്പീഷ്യസ് ഉള്ള ഇത്തരം ഇനങ്ങളുള്ള ഒരു പ്രദേശം എന്ന് പറയുമ്പോൾ പെരിയാർ ടൈഗർ റിസർവ് ആണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 56 ഇനം കണ്ടെത്തി. ഏതാണ്ട് ഇപ്പോൾ 120 ഇനങ്ങളാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്ക് പ്രകാരം ഉള്ളത്. അപ്പോൾ ഈ സർവേ നടത്തിയിട്ടുള്ളത് ഏതാണ്ട് 75ഓളം സയന്റിസ്റ്റുകളും അതുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ്. സീറോ വേസ്റ്റ് ടു ലാൻഡ്ഫിൽ ZWL നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളമായി ചരിത്രമെഴുതിയ കേരളത്തിലെ ഏത് അന്താരാഷ്ട്ര വിമാനത്താവളം? തിരുവനന്തപുരം. സീറോ ടു വേസ്റ്റ് ലാൻഡ്ഫിൽ ZWL എന്ന ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഒരേ ഒരു എയർപോർട്ട് എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ തിരുവനന്തപുരം എയർപോർട്ട് ആണ്. ഈ ഒരു അവാർഡ് നൽകിയിട്ടുള്ളത് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി സെന്റർ ഓഫ് എക്സലൻസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ ഈ ഒരു ഓർഗനൈസേഷന്റെ ഒരു അംഗീകാരമാണ്, അതായത് സീറോ വേസ്റ്റ് ടു ലാൻഡ്ഫിൽ എന്ന രീതിയിലുള്ള ഒരു അവാർഡ്. കൃത്യമായിട്ട് തന്നെ മാലിന്യ സംസ്കരണം നടത്തി എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഏറ്റവും മികച്ച മാലിന്യ സംസ്കരണ തന്ത്രങ്ങൾ വിജയകരമായി നടപ്പാക്കിയതിലാണ് ZWL വിലയിരുത്തൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. IWF വേൾഡ് യൂത്ത് ചാമ്പ്യൻഷിപ്പിൽ 76 കിലോഗ്രാം ക്ലീൻ ആൻഡ് ജെർക്കിൽ ഉയർത്തി ലോക റെക്കോർഡ് സൃഷ്ടിച്ച ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്ററുടെ പേര് പ്രീതി സ്മിത ബോയ്. ഇപ്പോൾ ഒഡീഷ സ്വദേശിയായിട്ടുള്ള പ്രീതി സ്മിത ബോയ്, 15 വയസ്സുള്ള ഈ കുട്ടി IWF വേൾഡ് യൂത്ത് ചാമ്പ്യൻഷിപ്പിൽ വേൾഡ് റെക്കോർഡ് തകർത്തു. 40 കിലോഗ്രാം കാറ്റഗറിയിൽ 76 കിലോഗ്രാം ക്ലീൻ ആൻഡ് ജെർക്ക് എന്ന ഒരു വിഭാഗത്തിലാണ് പ്രീതി സ്മിത ബോയ് ഈ ഒരു റെക്കോർഡ് തകർത്തിട്ടുള്ളത്. ഇപ്പോൾ IWF വേൾഡ് യൂത്ത് ചാമ്പ്യൻഷിപ്പ് ആണ്. ഈ ചാമ്പ്യൻഷിപ്പിലാണ് ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്റർ ആയിട്ടുള്ള പ്രീതി സ്മിത ബോയ് വേൾഡ് റെക്കോർഡ് തകർത്തിട്ടുള്ളത്. 76 കിലോഗ്രാമിന്റെ ക്ലീൻ ആൻഡ് ജെർക്ക് എന്ന വിഭാഗത്തിലാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ളത്. മാൽദീവ് റുഫിയ ശക്തിപ്പെടുത്തുന്നതിനെ മാൽദീവ് സർക്കാർ അവരുടെ രാജ്യത്ത് ഏത് പേയ്മെന്റ് സംവിധാനം ആരംഭിക്കാൻ പദ്ധതിയിടുന്നു? ഇന്ത്യയുടെ റൂപേ സേവനം. മാൽദീവ്സിനെ കുറിച്ച് നമുക്കറിയാം, കാരണം മാൽദീവ്സ് നമ്മുടെ അയൽ രാജ്യമാണ്. അതുപോലെ തന്നെ ഈയിടത്ത് മാൽദീവ്സ് ആയിട്ട് ഇന്ത്യയുടെ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് അല്ല ഉള്ളത്. കാരണം മാൽദീവ്സിന് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിനെ പിൻവലിക്കാൻ മാൽദീവ്സിലെ പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് മുയൂസ് ആവശ്യപ്പെടുകയും അതനുസരിച്ച് ഇന്ത്യ ഈ കഴിഞ്ഞ മെയ് 10 തന്നെ ഇന്ത്യയിലെ ഡിഫൻസ് ഫോഴ്സിനെ, അതായത് അവിടെ സൈനിക സേവനം നൽകുന്ന അവിടെ ഉണ്ടായിരുന്ന സൈനികരെ പിൻവലിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മാൽദീവ്സിലെ പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് മുയൂസ് ചൈനയുമായിട്ട് നല്ലൊരു ബന്ധമാണ് സ്ഥാപിച്ചിട്ടുള്ളത്.
എന്നാൽ ഈ ഒരു സമയത്ത് ഇപ്പോൾ ഇന്ത്യയുടെ റൂപേ സേവനം മാൽഡീവ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നു, അതായത് നടപ്പിലാക്കാൻ പോവുകയാണ്. ഇതേപോലുള്ള സർവീസ് കൂടി മാൽഡീവ്സ് ഈ ഒരു സാഹചര്യത്തിൽ നടത്താൻ പോകുന്നു എന്നത് എടുത്തു പറയേണ്ട ഒന്നാണ്. റൂപേ സിസ്റ്റം എന്ന് പറയുമ്പോൾ ആഗോള കാർഡ് പേയ്മെന്റ് ശൃംഖലയിലുള്ള ഒന്നാണ്. ഇന്ന് പല രാജ്യങ്ങളിലും ഈ ഒരു റൂപേ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. മാൽഡീവ്സിന്റെ കറൻസി ആയിട്ടുള്ള മാൽഡിയൻ റുഫിയ എന്ന ഈ ഒരു കറൻസിനെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണ് മാൽഡീവ്സ് ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഇന്നലെ മെയ് 24 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ടെസ്റ്റ് മത്സരം ഏത് സ്റ്റേഡിയത്തിലാണ് നടന്നത്? ഇതിന്റെ ഉത്തരം ഫിറോസ് ഷാ കോട്ട്ല, ഡൽഹി. അപ്പോൾ ഡൽഹിയിലെ കോട്ടയിലുള്ള ഒരു സ്റ്റേഡിയമാണ് ഫിറോസ് ഷാ എന്ന സ്റ്റേഡിയം. ഇവിടെ വെച്ചാണ് 1948 ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് മത്സരം നടന്നിട്ടുള്ളത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ നടന്നിട്ടുള്ള ആദ്യത്തെ ടെസ്റ്റ് മത്സരം വെസ്റ്റ് ഇൻഡീസിന്റെ 5 ടെസ്റ്റ് സീരീസ് മത്സരമായിരുന്നു. ഇതിലെ ആദ്യത്തെ മത്സരം ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിന്റെ സമനിലയിൽ അവസാനിച്ചു. അപ്പൊ ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. 2024 മെയ് 16 മുതൽ മെയ് 19 വരെ പെരിയാർ ടൈഗർ റിസർവിൽ നടത്തിയ സർവേയിൽ എത്ര മത്സ്യ ഇനങ്ങളെ കണ്ടെത്തി? 56 ഇനം. സീറോ ടു വേസ്റ്റ് ലാൻഡ്ഫിൽ നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളമായി ചരിത്രമെഴുതിയ കേരളത്തിലെ ഏത് അന്താരാഷ്ട്ര വിമാനത്താവളം? തിരുവനന്തപുരം. IWF വേൾഡ് യൂത്ത് ചാമ്പ്യൻഷിപ്പിൽ 76 കിലോഗ്രാം ക്ലീൻ ആൻഡ് ജെർക്കിൽ ഉയർത്തി ലോക റെക്കോർഡ് സൃഷ്ടിച്ച ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്ററുടെ പേര്? പ്രീതി സ്മിത ബോയ്. മാൽഡീവ് റുഫിയ ശക്തിപ്പെടുത്തുന്നതിന് മാൽഡീവ് സർക്കാർ അവരുടെ രാജ്യത്ത് ഏത് പേയ്മെന്റ് സംവിധാനം ആരംഭിക്കാൻ പദ്ധതിയിടുന്നു? ഇന്ത്യയുടെ റൂപേ സേവനം. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് ഗംഗയിലും അതിന്റെ പോഷക നദിയിലും എത്ര ഡോൾഫിനുകൾ ഉണ്ട്? 4000 ഡോൾഫിനുകൾ. ഇന്ന് മെയ് 25 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് ദ ഏജ് ഓഫ് കൺസെന്റ് ഫോർ ഫിസിക്കൽ റിലേഷൻഷിപ്പ് അണ്ടർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ്, പോസ്കോ ആക്ട്? 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമത്തിന് കീഴിലുള്ള ശാരീരിക ബന്ധങ്ങൾ സമ്മതം നൽകുന്ന പ്രായം എത്രയാണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ഏതൊരു പരീക്ഷയിൽ നമുക്ക് ആവശ്യം എന്ന് പറയുമ്പോൾ അത് കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസ് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. അവസാന സമയത്ത് ഒരു പ്രാക്ടീസ് നമുക്കൊരിക്കലും ഒരു കോൺഫിഡൻസ് നൽകുകയില്ല. ആ സമയത്ത് നമുക്ക് കൂടുതൽ ടെൻഷൻസ് ആയിരിക്കുള്ളൂ. നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ആത്മവിശ്വാസം, അതുപോലെ തന്നെ നമുക്ക് ഓരോ കോമ്പറ്റീഷനിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. സോ പ്ലാൻ ചെയ്തുള്ള പ്രാക്ടീസ് ആണ് എപ്പോഴും നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് നാളെ കാണാം. താങ്ക് യു വെരി മച്ച്.